നിശബ്ദഗിരി അവിടേക്ക് തന്നെയായിരുന്നു അഗ്നിയോഗിയുടെ യാത്ര. അയാൾ സ്വന്തം ജീവിതം തപസ്സാക്കി മാറ്റിയ ഒരു സന്യാസി മാത്രമായിരുന്നില്ല. തനിക്കിഷ്ടപ്പെടാത്ത എന്ത് കണ്ടാലും കോപിഷ്ഠനായി എതിരെ നിൽക്കുന്ന ആളെ ശപിക്കുന്ന ഒരാൾ കൂടിയായിരുന്നു. നിശബ്ദഗിരിയുടെ മലമുകളിൽ പൂക്കൾ കൊഴിഞ്ഞു വീഴുന്ന ഒരു മരത്തിന് താഴെ അയാൾ തപസ്സിരിക്കാൻ ആരംഭിച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ആ ഒരു പ്രദേശത്ത് 7 കുട്ടികൾ പന്ത് കളിക്കാൻ തുടങ്ങിയത്. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവരുടെ ആ ബഹളം സഹിക്കാൻ കഴിയാതെ അഗ്നിയോഗി കോപിഷ്ഠനായി തപസ്സിൽ നിന്നുണർന്നു. തനിക്ക് സഹിക്കാൻ പോലും കഴിയാത്ത കോപത്തിൽ കുട്ടികളെപ്പോലും ശപിക്കാനായി അവർക്ക് നേരെ പാഞ്ഞെടുക്കുകയാണ് അഗ്നിയോഗി. പക്ഷേ അയാൾ കയ്യിലുണ്ടായിരുന്ന ചുള്ളിക്കമ്പ് കൊണ്ട് അവരുടെ നേരെ ചെല്ലുന്ന സമയത്ത് ബാക്കിയുള്ള 6 കുട്ടികൾ ഒരു കുട്ടിയെ മാത്രം തല്ലിച്ചതയ്ക്കുകയായിരുന്നു. പെട്ടെന്ന് അയാൾ കയ്യിലുണ്ടായിരുന്ന ആ കമ്പ് താഴെയിട്ടിട്ട് ബാക്കിയുള്ള കുട്ടികളെ പിടിച്ചു മാറ്റി. എന്തിനാ എന്തിനാ കുട്ടികളെ നിങ്ങളിങ്ങനെ തല്ലുകൂടുന്നേ? ഇവൻ ഇവൻ ഞങ്ങളുടെ കളിക്കുളമാക്കി. എത്ര പറഞ്ഞാലും അവന് മനസ്സിലാകില്ല. മണ്ടനാണവൻ, മണ്ടൻ. അത്രയും പറഞ്ഞുകൊണ്ട് ആ ഒരു കുട്ടിയെ മാത്രം തനിച്ചാക്കി ബാക്കിയുള്ളവർ എങ്ങോട്ടോ ഓടിപ്പോയി. തല്ലുകൊണ്ട് ചതഞ്ഞു കിടക്കുന്ന അവനെ കണ്ടതും അഗ്നിയോഗി അയാളുടെ പകുതി കോപം കുറഞ്ഞു. അയാൾ അവനെ എഴുന്നേൽപ്പിച്ചു. ശേഷം അയാൾ അവനോട് ചോദിച്ചു, എന്താ എന്താ മോൻ്റെ പേര്? മണ്ടൻ. മണ്ടനെന്ന് മാത്രമായിരുന്നു ആ കുട്ടി മറുപടി പറഞ്ഞത്. അതെന്താ അതെന്താ മോനെ അങ്ങനെ ഒരു പേര്? അമ്മയും അച്ഛനും കൂട്ടുകാരും എല്ലാവരും എന്നെ അങ്ങനെയാണ് വിളിക്കാറ്. അവൻ്റെ നിഷ്കളങ്കമായ ആ സംസാരത്തിൽ ഒരു പുഞ്ചിരിയോടെ അഗ്നിയോഗി അവനെ എഴുന്നേൽപ്പിച്ചു. വേദനിക്കുന്നു. അബദ്ധത്തിൽ അഗ്നിയോഗി അവനെ പിടിച്ചപ്പോൾ തല്ലുകൊണ്ട ആ ഒരു ഭാഗത്തായിരുന്നു സ്പർശിച്ചത്. അയാൾ അവനെ മരത്തിൻ്റെ ഒരു സൈഡ് ലൈൻ മാറ്റിയിരുത്തിയ ശേഷം പച്ചിലകൾ ചതച്ച് അവൻ്റെ മുറിവിൽ വെച്ചു കൊടുത്തു. അപ്പോഴും അവൻ പറഞ്ഞു, എനിക്ക് വേദനിക്കുന്നു. ഇതിനേക്കാൾ വേദന താങ്ങാൻ നിനക്ക് ഭാവിയിൽ കഴിയും. അത് പറഞ്ഞ് അവൻ്റെ തലയിൽ മൃദുലമായ ഒന്ന് തലോടി. ആ ഒരു തലോടലിൽ അവൻ്റെ ജന്മവഴികളെക്കുറിച്ച് അഗ്നിയോഗി മനസ്സിലാക്കുന്നു. മാസം തികയാതെ ജനിച്ചൊരു കുഞ്ഞ്. ആ സമയത്ത് തന്നെ അവൻ്റെ അമ്മ മരണപ്പെട്ടിരുന്നു. എടുത്തു വളർത്തിയതും കൊണ്ടു നടക്കുന്നതും എല്ലാം അച്ഛനും രണ്ടാനമ്മയും കൂടിയാണ്. പക്ഷേ അവൻ്റെ ബുദ്ധിസ്ഥിരതയില്ലായ്മ, അവരിൽ തന്നെ അവനോടുള്ള ദേഷ്യം ദിവസം തോറും വർദ്ധിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എല്ലാവരെയും പോലെ അവരും അവന് മണ്ടൻ എന്ന വിളിപ്പേര് നൽകി. പെട്ടെന്നൊരു നിമിഷമായിരുന്നു അഗ്നിയോഗി അവൻ്റെ കൈകളിൽ ശ്രദ്ധിക്കുന്നത്. ആ കൈകൾ വളഞ്ഞൊടിഞ്ഞിരിക്കുകയായിരുന്നു. ജന്മസമയത്ത് പറ്റിയ എന്തോ ഒരു പാകപ്പിഴവ് അതയാൾക്ക് പെട്ടെന്ന് മനസ്സിലായി. ആ ഒരു 16 വയസ്സുകാരനോട് മറ്റാർക്കും തോന്നാത്ത ഒരു അലിവ് അഗ്നിയോഗിക്ക് തോന്നി. അയാൾ ആ സമയം തന്നെ തൻ്റെ സഞ്ചിയിൽ നിന്നും ഒരു കുഞ്ഞു ഭരണി പുറത്തേക്കെടുത്തു. ശേഷം ഒരു ഇല മടക്കി ഭരണിയിൽ നിന്നും ഒരു ലേശം മധുരം പോലെ എന്തോ ഒന്ന് പുറത്തേക്കെടുത്തു. എന്നിട്ട് അവൻ്റെ നാവിൽ വെച്ചു കൊടുത്തു. ആ മധുരം അവൻ്റെ നാവിൽ തൊട്ടപ്പോൾ തന്നെ അവൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. ആ പുഞ്ചിരിയിൽ അഗ്നിയോഗിക്കും അവനെ നോക്കിയൊന്ന് ചിരിച്ചു. ഒരു കുഞ്ഞു കുസൃതി എന്ന പോലെ അവൻ അയാളുടെ കൈവിട്ടോടാനായി ശ്രമിക്കുമ്പോൾ അഗ്നിയോഗി അവനെ ബലമായി പിടിച്ചിട്ട് പറഞ്ഞു, ഇനി നിന്റെ പേര് മണ്ടൻ എന്നല്ല, രുദ്രായുധൻ. അത് കേട്ട സമയത്ത് തന്നെ ആ ഒരു കൗമാരക്കാരന് ചുണ്ടിൽ വീണ്ടും ചിരി വന്നു. അവൻ അഗ്നിയുടെ കൈവിട്ട് എങ്ങോട്ടോ ഓടി മറഞ്ഞു. പക്ഷേ അവൻ നാളെയും ഇവിടേക്ക് തന്നെ വരുമെന്ന് അഗ്നിക്ക് അറിയാമായിരുന്നു. അയാൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവൻ അടുത്ത ദിവസവും അവിടേക്ക് തന്നെ വന്നു. പെട്ടെന്ന് അയാൾ അവൻ്റെ വളഞ്ഞ കൈ പിടിച്ചു നോക്കി. അതിന് സ്വല്പം മാറ്റം വന്നിരിക്കുന്നു. അവനിപ്പോൾ മാനസികമായും കുറേ കാര്യങ്ങൾ മനസ്സിലാകും എന്നയാൾക്ക് തോന്നി. ശേഷം സഞ്ചിയിലുണ്ടായിരുന്ന ഭരണി മുഴുവൻ അവൻ്റെ കയ്യിലേക്ക് എടുത്തു കൊടുത്തു. എന്നിട്ട് അയാൾ പറഞ്ഞു, ഇതാർക്കും കൊടുക്കാൻ പാടില്ല. ഓരോ വർഷവും ഈ മരത്തിൽ പൂക്കൾ വിരിയും. അപ്പോൾ അപ്പോൾ മാത്രം 7 പ്രാവശ്യമായി ഈ മധുരം കഴിക്കുക. 7 പ്രാവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മരുന്ന് ഭരണിയിൽ കൂടി തന്നെ നദിയിൽ കളയുക. 8ാമത് കഴിച്ചാൽ നിനക്ക് മരണം, അത് ഉറപ്പാണ്. അതുകൊണ്ട് 7 പ്രാവശ്യം മാത്രം എന്ന് അഗ്നിയോഗി അവനോടായി പറഞ്ഞു. ശേഷം ആ ഒരു സ്ഥലത്തു നിന്ന് അയാൾ വിടവാങ്ങി. അവൻ ആ മരുന്ന് കഴിക്കാനായി കാത്തിരുന്നു. കാരണം അതിൽ തൻ്റെ രോഗങ്ങൾ മാറ്റാൻ എന്തോ ഒരു കഴിവുണ്ടെന്ന് ആദ്യ പ്രാവശ്യം തന്നെ അവന് മനസ്സിലായി. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ആ മരത്തിൽ വീണ്ടും പൂക്കൾ വിരിഞ്ഞു. 1 വർഷം കാത്തു നിന്നില്ല. അവൻ വീണ്ടും ആ മധുരം കഴിച്ചു. ഇത്തവണ അവന് വീണ്ടും എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നത് പോലെ അവന് തന്നെ തോന്നി.
കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും മരങ്ങൾ പൂത്തു. അവൻ വീണ്ടും ആ മധുരം കഴിച്ചു. ഒരുപക്ഷേ അഗ്നി വിചാരിച്ചതിനേക്കാൾ മറ്റെന്തോ വിധിയായിരുന്നു പ്രകൃതി അവനു വേണ്ടി മാറ്റിവെച്ചത്. അങ്ങനെ 7 തവണ കഴിച്ചപ്പോൾ തന്നെ എട്ടാമത്തെ കാര്യം അവൻ മറന്നു. അവൻ വീണ്ടും അത് കഴിച്ചു. അതിൻ്റെ മധുരം, രുചി എല്ലാത്തിനും മയങ്ങി അളവിൽ കൂടുതൽ തന്നെ അവൻ വാരി വായിൽ വെച്ചു. ആ ഒരു ദിവസം അവൻ ആദ്യം കുഴഞ്ഞു വീണു. ദിവസങ്ങളോളം അബോധാവസ്ഥയിൽ തന്നെ അവൻ ആ മരച്ചുവട്ടിൽ തന്നെ കിടന്നു. അതേസമയം അവൻ്റെ മരണത്തിന് ശേഷം അവനെ ഭക്ഷിക്കാനായി ഒരു കഴുകൻ വന്നിരുന്നു. പക്ഷേ ആ ഒരു ദിവസം കഴിഞ്ഞ് അവൻ കണ്ണുകൾ വീണ്ടും തുറന്നു. എന്തെന്നില്ലാത്തൊരു ഉന്മേഷം തനിക്ക്. ദൂരെയുള്ള എന്ത് കാര്യവും പെട്ടെന്ന് കാണാൻ കഴിയുന്നു. തൻ്റെ വളഞ്ഞ കൈകൾ നേരെയായിരിക്കുന്നു. പക്ഷേ അവനെ അത്ഭുതപ്പെടുത്തിയത് മറ്റൊന്നും ആയിരുന്നില്ല. നദിക്കരയിൽ തെളിഞ്ഞ വെള്ളത്തിന് മുന്നിൽ നിൽക്കുന്ന അവൻ്റെ രൂപം തന്നെ കണ്ടിട്ടായിരുന്നു. തൻ്റെ രൂപം ഒരുപാട് മാറിയിരിക്കുന്നു. ഒരു പടുമണ്ടലിൽ നിന്നും സുന്ദരനായ ഒരു ഗന്ധർവനെ പോലെ തൻ്റെ രൂപം മാറിയിരിക്കുന്നു. എട്ടാമത് കഴിച്ചാൽ മരണമെന്ന് പറഞ്ഞ അഗ്നിക്ക് പോലും അറിയില്ലായിരുന്നു അയാൾ വായിൽ വെച്ച് കൊടുത്ത മധുരത്തിൻ്റെ രഹസ്യം.